Guten Tag, Leute. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് മ്യൂൾഫെർമൈഡും. അതായത് എന്താണ് വേസ്റ്റ് എങ്ങനെ തടയാം, വേസ്റ്റ് ജനറേഷൻ എങ്ങനെ തടയാം അല്ലേ. അപ്പോൾ നമ്മൾ ജർമ്മനി പോലുള്ളൊരു കൺട്രി എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ സോബർകൈറ്റ് എന്ന് വെച്ചാൽ എന്താ, നീറ്റ്നെസ്സിന് വളരെ അധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. സോബർകൈറ്റിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു കൺട്രിയിലെ മ്യൂൾഫെർമൈഡിംഗ് എന്ന് പറയുന്ന ഒരു തേമ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് മ്യൂൾഫെർമൈഡിംഗ് എന്ന് ഉദ്ദേശിച്ചത്? മ്യൂൾഫെർമൈഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മ്യൂൾ ജനറേഷൻ, നമുക്ക് വേസ്റ്റുകൾ ഉണ്ടാകുന്നത് തടയുക അല്ലേ. അപ്പം മ്യൂൾഫെർമൈഡിംഗ് സ്പീൽറ്റ് eine sehr wichtige Rolle in unserem Umweltschützen അല്ലേ. നമ്മുടെ ഉംവെൽറ്റ് സംരക്ഷിക്കാനായിട്ട് വളരെയധികം ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മുടെ ഈ വേസ്റ്റുകളെ ഉണ്ടാകുന്നത് തടയുക എന്നുള്ളത് അല്ലേ. ബെസർ വിയർ ദി മ്യൂൾ റെഡ്യൂസിeren desto besser wir können unsere Umwelt schützen അല്ലേ. നമ്മൾ എത്രത്തോളം മ്യൂൾ റെഡ്യൂസ് ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ പരിസ്ഥിതിയെ നമ്മൾ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതിനൊപ്പം നമുക്ക് എന്തൊക്കെ മ്യൂൾഫെർമൈഡുകളാണ് ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ മെയിനായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന 3 മ്യൂൾഫെർമൈഡുകളാണ്. ഒന്ന് ഗെബ്രോക്റ്റെ പ്രൊഡക്റ്റെ കോഫൻ, പിന്നെ ഒന്ന് ബ്യൂഷർ, മൂന്നാമത്തത് ലാംഗ്ലേബിഗെ പ്രൊഡക്റ്റ് നുട്സൺ. ഇപ്പോൾ നമുക്കതിനകത്ത് ഗെനൗർ പറയാനാണെങ്കിൽ ഗെബ്രോക്റ്റെ പ്രൊഡക്റ്റെ കോഫൻ പറയാം. ഗെബ്രോക്റ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, സെക്കൻഡ് ഹാൻഡ് പ്രൊഡക്റ്റ് അല്ലേ. യൂസ്ഡ് പ്രൊഡക്ട്സ് നമ്മൾ ഒന്നുകിൽ സെക്കൻഡ് ഹാൻഡ് ഷോപ്പുകളിൽ നിന്ന് വാങ്ങാം, അല്ലെങ്കിൽ ഫ്ലോക്ക് മാർക്കറ്റുകൾ, അല്ലെങ്കിൽ എന്താണ് ഓൺലൈൻ. ഈ 3 ഓപ്ഷൻസാണ് നമ്മുടെ ഷോപ്പിങ്ങിനായിട്ടുള്ളത്. സെക്കൻഡ് ഹാൻഡ് പ്രൊഡക്റ്റ് ഷോപ്പ് ചെയ്യാനായിട്ട് ഈ 3 ഓപ്ഷൻസാണുള്ളത്. അപ്പം അതിൻ്റെ പ്ലസ് പോയിൻറ്റ് എന്തൊക്കെയാണ്? വളരെയധികം കോസ്റ്റ് ആൻഡ് ഗുൻസ്റ്റിഷാണ്, വളരെ ചിലവ് കുറഞ്ഞൊരു മ്യൂൾഫെർമൈഡാണ്. പിന്നെ ഈസിലി ഫെർഫ്യൂഗ്ബാറാണ് അല്ലേ. ഐൻഫാക് ഫെർഫ്യൂഗ്ബാർ വളരെ എല്ലായിടത്തും നമുക്ക് വളരെ ഈസിലി ആയിട്ട് ആക്സസിബിളാണ്. പിന്നെന്ന് പറഞ്ഞാൽ എന്താണ്, വളരെയധികം ഉമ്മൽ ഫ്രണ്ട്ലിഷാണ്. നമ്മൾ ഇത് വാങ്ങുന്ന വഴി, ഗെബ്രോക്റ്റെ പ്രൊഡക്റ്റ് വാങ്ങുന്ന വഴി നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ മ്യൂൾ ജനറേഷൻ നമ്മൾ കുറയ്ക്കുക ചെയ്യുന്നത് അല്ലേ. മ്യൂളിനെ നമ്മൾ വളരെയധികം കുറയ്ക്കുന്നു. പുതിയ സാധനങ്ങൾ വാങ്ങുന്നതുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, മ്യൂൾ ജനറേഷൻ കുറയ്ക്കുക. പിന്നെ രണ്ടാമത്താണ് ബ്യൂഷർ എന്ന് പറഞ്ഞത്. ബ്യൂഷർ എന്താണ്, ഇലക്ട്രോണിക് ബ്യൂഷർ ഉപയോഗിക്കുന്ന വഴി നമ്മൾ എന്താണ്, പാപ്പിയർ ഫെർബ്രോഹ് എന്താണ്, ഡോയ്റ്റ്ലിഷ് റെഡ്യൂസറൺ ചെയ്യുന്നു അല്ലേ. അപ്പോൾ പാപ്പിയർ മ്യൂൾ ഉണ്ടാകുന്നില്ല. പിന്നെ എന്താണ്, നമ്മൾ വളരെയധികം എളുപ്പം ഐൻഫാക്സ് ട്രാഗൻ ക്യാരി ചെയ്യാൻ എളുപ്പമാണ് അല്ലേ. പ്ലാറ്റ്ഷ് പാരൻ്റാണ്, വളരെയധികം പ്ലേസ് സേവിങ് ആയിട്ടുള്ളൊരു മ്യൂൾഫെർമൈഡാണ്. പിന്നെ നാക്ടൈൽ പറയുകയാണെങ്കിൽ ഇലക്ട്രോണിഷ് അഫെങ്കിഷ്കൈറ്റ് എൻവിക്ലൻ ചെയ്യാനായിട്ട് ഇതാവും ഒരു കാരണമാകും. ഇലക്ട്രോണിഷ് അഫെങ്കിഷ്കൈറ്റ് എൻവിക്ലൻ ചെയ്യാം. പിന്നെ ഇലക്ട്രോണിക് മ്യൂൾ ജനറേഷനും ഒരു പോസിബിലിറ്റി ആണ്. അപ്പം അതിൻ്റെ മ്യൂൾ എന്തായിരിക്കും, ഇലക്ട്രോണിക് മ്യൂളല്ലേ. അപ്പോൾ അത് ഉണ്ടാകാനുള്ള, ജനറേറ്റ് ചെയ്യാനുള്ളൊരു കാരണവും അതാകുന്നു ഇല്ല. അതുമാത്രമല്ല, ഇപ്പോൾ ക്യാപ്പിറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബ്യൂഷർ കേടായി കഴിഞ്ഞാലോ നമ്മുടെ എല്ലാ ഡാറ്റകൾ എന്താണ്, ഫെർലോറൻ ഗെയിൻ അതെല്ലാം നഷ്ടമാകാനുള്ളൊരു കാരണമായി തീരും. അപ്പോൾ ഇതൊക്കെയാണ് തന്നെ നാക്ടൈൽ. പിന്നെ നമ്മൾ മൂന്നാമത്തെ പറയുന്നത് ലാംഗ്ലേബിഗെ പ്രൊഡക്റ്റാണ് അല്ലേ. ലാംഗ്ലേബിഗെ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ലോങ് യൂസിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് പ്രോഡക്ട്സുകൾ. അതായത് യൂസ് ആൻഡ് ത്രോ അല്ല. അപ്പം നമുക്ക് വാങ്ങിയാൽ കുറച്ച് നാളത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ലാങ് ഫ്രിസ്റ്റിഷായിട്ട് നമുക്ക് ആ ഒരു വസ്തുവിനെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. നമ്മൾ പുതിയ സാധനങ്ങൾ, പുതിയ പ്രൊഡക്ട്സുകൾ വാങ്ങില്ല. മ്യൂൾ നമ്മൾ കുറയ്ക്കുകയാണ്. അതോടൊപ്പം തന്നെ നാഹാൾട്ടിഗസ് ലേബൻ, വളരെ സസ്റ്റൈനബിൾ ആയിട്ടുള്ളൊരു ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു പോസിബിലിറ്റിയും കൂടിയാണ് അവിടെ തുറക്കുന്നത്. പിന്നെ ഇത് നമ്മൾ നെഗറ്റീവ് പറയുകയാണെങ്കിൽ എങ്ങനെയാണ്, നമ്മൾ എല്ലാ സിറ്റുവേഷനുകളിലും ഇത് ഗയാഗ്നറ്റ് അല്ല. ബെസോണ്ടസ് വെൻ വി ആർ ഇൻ റൈസൻ അല്ലേ. നമ്മളൊരു യാത്രയിൽ പോകുമ്പോൾ എന്താണ്, നമുക്ക് ഐൻവെക് പ്രൊഡക്ട്സ് ആണ് ഗയാഗ്നറ്റ് ആയിട്ടുള്ളത് അല്ലേ. കാരണം എന്താണ്, നമ്മൾ ലാംഗ്ലേബിഗെ പ്രൊഡക്റ്റുകൾ എപ്പോഴും എന്താണ് റൈനിങ്ങും ചെയ്ത് സൂക്ഷിച്ച് വെക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. പക്ഷേ ഐൻവെഗെ പ്രൊഡക്റ്റ് അങ്ങനെയല്ല. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ എന്താണ്, ലാംഗ്ലേബിഗെ പ്രൊഡക്റ്റ് നമുക്ക് ഉൻപക്കമാണ്, ഇൻകൺവീനിയൻ്റ് ആണ്. അങ്ങനെ അതേ ഒരു നെഗറ്റീവായിട്ട് പറയാനുള്ളത്. പിന്നെ നമ്മൾ നമ്മുടെ ഒരു മൈനുങ് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജനറലൈസ് ചെയ്ത് ഇങ്ങനെ പറയാം. അബ്സ്ലീസൻറ്റ് Leises sagen, dass dieses Thema viele Facetten hat und sowohl Chancen als auch Herausforderungen mit sich bringt, weshalb eine bewusste und ausgewogene Herangehensweise besonders wichtig ist എന്ന് പറഞ്ഞ് നമുക്കവിടെ നമ്മുടെ മൈനുങ് പറയാം. പിന്നെ hier kommt meine Vortragsmomente. Vielen Dank für Ihre Aufmerksamkeit.
ഇഷ്ടേഹെ സുർ ഫെർഫ്യൂം വെൻസിനോ ഫ്രാഗൻ ഹാബൻ. ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം എന്ന് പറഞ്ഞിവിടെ നിർത്താം. അങ്ങനെയാണ് നമ്മുടെ ഈ തേമ അവസാനിക്കുന്നത്. അപ്പോൾ നാളെ അടുത്തൊരു തേമയായിട്ട് വരുന്നവരെ ച്യൂസ് ഔഫ് വിഡർസൈൻ.